അനുഭവങ്ങളെ രേഖപ്പെടുത്തിയ ശക്തനായ കഥാകൃത്ത് ഇ മാധവൻ സാറിനെ വേദിയിലേക്ക് സഹർഷം സംസാരിക്കാനായി സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യനായ രാമകൃഷ്ണ മാഷ്, അബൂബക്കർ മാഷ്, പിന്നെ വേദിയിലുള്ള എൻ്റെ ഗുരുതുല്യരും സ്നേഹിതരും സദസ്സിലെ എല്ലാ മാന്യ വ്യക്തികളെയും ഞാൻ നമസ്കരിക്കുന്നു. മാഷെ പറ്റി എന്താണ് ഞാൻ പറയേണ്ടത്? കാരണം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു സാഹിത്യ ഈവൻ്റ്, ഒരു സാഹിത്യ ചർച്ച വരുന്ന സമയത്ത് ചെറുപ്പക്കാരെ ഇവിടെ കാണാൻ സാധിക്കാറില്ല. ഇത്രയധികം ചെറുപ്പക്കാരെ പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം ഈ നവതി സമയത്ത് മാഷ് കാത്തു സൂക്ഷിക്കുന്നു. അത് തുടർന്നും മാഷക്ക് കാത്തു സൂക്ഷിക്കാനാകട്ടെ. കാരണം അതല്ലാതെ അങ്ങനെ അല്ലാതെ ആകാൻ മാഷക്ക് പറ്റില്ല. കാരണം മാഷ് ഒരു കർമ്മയോഗിയാണ്. 64 ആദ്യമായി ഞാൻ മാഷെ കണ്ടു. 64 വിചാരിക്കുന്നു, കാലം കുറേയായി. മാഷക്ക് എൻ്റെ അച്ഛനെ വലിയ ഇഷ്ടമായിരുന്നു, അതുപോലെ എൻ്റെ അച്ഛന് മാഷെ വലിയ ഇഷ്ടമായിരുന്നു. അന്ന് അച്ഛനെ കാണാൻ വേണ്ടി ഒരിക്കൽ വന്നിരുന്നു. വീട്ടിൽ വന്ന സമയത്താണ് ഞാൻ മാഷെ കണ്ടത്. പിന്നീട് അല്ലെങ്കിൽ അതിന് മുമ്പോട്ടെയാണ് രക്തരക്ഷസ് എന്ന പേരിൽ മാതൃഭൂമിയിലെ ഡ്രാക്കുള ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നത്. അന്ന് തൊട്ട് കുറേ കാലം ഇന്ന് വരേക്ക് മാഷിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ കഴിഞ്ഞ 15 വർഷമായിട്ടാണ് ഞാൻ റിസർവ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന ശേഷമാണ് വാസ്തവത്തിന് മാഷയായിട്ട് വളരെയധികം അടുപ്പം സംഭവിച്ചത്. മാഷ എടശ്ശേരി സ്മാരക സമിതിയുടെ ഏറ്റവും തലമുതിർന്ന പ്രവർത്തകനായിട്ടും ഇപ്പോൾ പ്രസിഡൻറ്റുമായിട്ടാണ് ഇരിക്കുന്നത്. പലപ്പോഴും അന്ന് മഹാകവി അക്കിത്തത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും മീറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ പറയുക അതിന് തീർത്ഥയാത്ര എന്നാണ് പറയുക. ഇപ്പോൾ ആ തീർത്ഥയാത്ര പലപ്പോഴും പൊന്നാനിക്കാണ് നടത്താറ്. അവിടെ ഒരു സാഹിത്യ മന്ദിരമുണ്ട്. ആ കാലം അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും മാഷെ മനസ്സിലാക്കാനുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ എനിക്ക് കിട്ടിയെന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷിലെ സാക്രോസാങ്ക്ട് എന്നും മലയാളത്തിലെ പാവനെന്നോ വിശുദ്ധം എന്നൊക്കെ പറയുന്ന ഒരു വാക്കിന് ഇന്ന് സമൂഹം കണ്ണിൻ്റെ കോണിൽ നേരിയൊരു പുച്ഛച്ചിരിയോടുകൂടി പ്രതികരിക്കുന്ന ഈ വാക്കിന് ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാമാണ്യം കൊടുത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാഷാണ്. അവാർഡ് തീരുമാനിക്കുന്ന കാര്യമായാലും വേറെ എന്ത് ഇടശ്ശേരി സ്മാരകത്തിൻ്റെ പരിപാടിയായാലും ഈ ഒരു വിശുദ്ധി തീരുമാനത്തിലും ഇടപെടലുകളിലും വളരെ കൃത്യത, നൈതികത, ഇത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ ഏത് നിലപാടാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഏറെക്കുറെ എൻ്റെ വാർദ്ധക്യത്തിൽ മാഷിൻ്റെ അടുത്തുനിന്നാണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് ഇവിടെ പറയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുതന്നെയാണ് വാസ്തവത്തിൽ പുതിയ തലമുറയ്ക്ക് മാഷ് കൊടുക്കുന്ന ഒരു പാഠം എന്ന് ഞാൻ വിചാരിക്കുന്നു. നവതിയിലെത്തിയിട്ട് പുതിയ തലമുറ മാഷെ നോക്കുന്നു, മാഷിനെ നേർക്ക് നോക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഒരുപാട് മാഷിൻ്റെ ജീവിതം സാർത്ഥകമാക്കുകയാണ്. ജീവിക്കുന്നു, പലരും ഇപ്പോൾ സാധാരണഗതിയിൽ ജീവിക്കുന്നു, നല്ല ജീവിതം നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ജീവിതം തീർക്കുന്നുണ്ടെങ്കിലും അത് സാർത്ഥകമാക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അങ്ങനെ സാർത്ഥകമാക്കി മാഷക്കത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നെ എന്താണ് കർമ്മം, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിൽ മുൻകൈ എടുക്കേണ്ടത്, വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന കർമ്മപഥങ്ങളിലേക്ക്
എങ്ങനെയാണ് പലപ്പോഴും എടുത്തു ചാടുന്ന ഒരു സ്വഭാവം പ്രകൃതം മാഷക്കുണ്ട്. എനിക്ക് ഓർമ്മ ഒരു 5 കൊല്ലം മുമ്പ്, അന്നും മാഷ് വളരെയധികം മനസ്സിലാണ് യുവത്വം ഉണ്ടായിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തം. കാരണം പൊന്നാനിയിലെ ഇടശ്ശേരി സ്മാരക സമിതിക്ക് ഒരു ചെറിയൊരു ഫണ്ട് MP ദേവൻ രൂപകൽപ്പന ചെയ്തു എന്നൊക്കെ ഞങ്ങൾ അഭിമാനിക്കാറുണ്ടെങ്കിലും വളരെ ചെറിയ ലളിതമായിട്ടുള്ളൊരു ചെറിയൊരു ബിൽഡിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ദയവ് ചെയ്തിട്ട് അതിന് ഒരു ഗ്രാൻഡൊക്കെ തന്ന് അതൊന്ന് പുതുക്കിയെടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ പുതുക്കിയെടുക്കുന്ന സമയത്ത് ഈ പഴയ കെട്ടിടത്തിന് വേണ്ടത്ര ഉറപ്പുണ്ടോ ഇനി മുകളിലേക്ക് പടുക്കാൻ മാത്രമെന്ന് നിർമ്മിതിയോടാണ് ഞങ്ങൾ ചോദിച്ചത്. നിങ്ങളൊന്ന് വന്ന് നോക്കണമെന്ന്. അപ്പോൾ നിർമ്മിതിയുടെ അഡ്വൈസറും എൻജിനീയറും കൂടിയിട്ട് പൊന്നാനിക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ മാഷോട് പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് അവർ. പിന്നെ മാഷയ്ക്ക് രണ്ടൊന്നും ആലോചിക്കാനില്ല. ആ പൊരി വെയിലത്ത് മാഷ് എൻ്റെ ഒപ്പം പൊന്നാനിക്ക് വന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വളരെ എന്താ പറയുക, ഹൃദയസ്പർശിയായിട്ടുള്ള ചില ഓർമ്മകളാണ്. അവിടെ എത്തിയപ്പോൾ നിർമ്മിതിക്കാർ എത്തിയിട്ടില്ല. കാരണം അവർക്ക് തിരൂരോ എവിടേക്കോ പല സ്ഥലത്തും സൈറ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താൻ, പൊന്നാനി എത്താൻ. അപ്പോൾ ആ സമയത്ത് ആ ചുട്ട വെയിലത്ത് അവിടെ യാതൊന്നുമില്ല. ഈ പങ്കയുന്നൂടെ ചൂട് കാറ്റാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. എന്തിനപ്പം ഞാൻ വന്നാൽ മതിയായിരുന്നില്ല, എന്തിനാ മാഷയും കൊണ്ട് ഇവിടെ വന്നത് എന്നുള്ള ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടാവുകയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഏതോ ചെറിയ ഹോട്ടലിൽ നിന്ന് പോയിട്ട് ഊണ് കഴിച്ചു. ഊണ് കഴിഞ്ഞ് വന്നിട്ട് അന്ന് അവിടെ ഒരു റീഡിങ് റൂം മാത്രമേ ഉള്ളൂ. ആ റീഡിങ് റൂമിൻ്റെ നടുവിൽ കുറച്ചൊരു ഇളക്കം തട്ടിയ ഒരു മേശ മാത്രമേ ഉള്ളൂ ഈ പത്രവാസികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് അവിടുത്തെ വായനശാലയുടെ സ്വത്താണ്. മാഷ് പറഞ്ഞു നിർമ്മിതി എപ്പോഴാണ് വരിക? 3-3:30 എന്ന് പറഞ്ഞു. മാഷ് ആ നട്ടപ്ര വെയിലത്ത് ആ ചൂടത്ത് ആ മേശയിൽ കയറി കടന്ന് മലർന്ന് കിടന്ന് സുഖമായിട്ട് വിശ്രമിച്ചു. ആ ഒരു തലമുറയുടെ ഒരു പ്രത്യേകതയാണ് അത്. പൊതുപ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ സ്വന്തം ദേഹം, സ്വന്തം സൗകര്യങ്ങൾ അത്ര പ്രധാനമല്ലാതെ അങ്ങനെ കാര്യമായിട്ട് ഗണിക്കാതിരിക്കുക. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. സമയമില്ലാത്തത് കാരണമാണ് ഞാൻ എല്ലാത്തിലേക്കും പോകാത്തത്. ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആ മാഷിൻ്റെ പ്രകൃതം, ഞങ്ങളെല്ലാം ആ വാത്സല്യത്തിന് പാത്രീഭൂതരായിട്ടുള്ള ആൾക്കാരാണ്. അച്ഛനോടുള്ള സ്നേഹം മുഴുവൻ വാത്സല്യ രൂപേണ ഇടശ്ശേരി മക്കൾക്ക് അദ്ദേഹം മാത്രമല്ല, ശാന്തർത്തി ഇവിടെ ഉണ്ട്. അവർ രണ്ടുപേരും വാരിക്കോഴി തന്നെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടശ്ശേരി കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് അനിയൻ കുറച്ച് ശ്രമിച്ചു. എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ, പണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വർമ്മം അറിയുന്ന കാരണം പോത്തിനടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് അച്ഛൻ്റെ കവിതകളുടെ സ്ഥിതി. ആരും അതൊരു ഇംഗ്ലീഷിലേക്ക് വെക്കാൻ ശ്രമിക്കുന്നില്ല. ചുരുക്കം ചിലതുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇല്ലാതെ ടീച്ചർ അയ്യപ്പ പണിക്കരൊക്കെ 1-2 കവിതകൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അടുത്ത കാലത്ത് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഇതാണ്. ഒരുപക്ഷെ വേണ്ടത്ര അപൂർണമായിട്ടായതാണെങ്കിലും ഒരു ഇംഗ്ലീഷിലേക്കുള്ള ഒരു മൊഴിമാറ്റം ആവശ്യമാണെന്ന് തോന്നിയിട്ട് എൻ്റെ അനിയന ചെയ്യുന്ന സമയത്ത് അതിനെ സർവാത്മന പ്രോത്സാഹിപ്പിച്ചത് രാമകൃഷ്ണൻ മാഷാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്ത് സമയം വാസ്തവത്തിൽ കടം വാങ്ങിയ സമയത്താണ് ഞാൻ സംസാരിക്കുന്നത്. അത് കാരണം എനിക്ക് സ്വാതന്ത്ര്യമില്ല. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഞാൻ മാഷോടുള്ള എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു മനോവികാരം ഉൾക്കൊള്ളുന്ന ഒരു 2-3 വരികളിലെല്ലാം അച്ഛൻ്റെ കവിത തന്നെയാണ്. മകൻ്റെ വാശി എന്നുള്ളതിൽ ഒരു അവസാനമാകുമ്പോഴുള്ളൊരു 4 വരിയാണ്. അതിലൊരു നാടൻ കർഷകനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നതെങ്കിലും ആ കർഷകനും രാമകൃഷ്ണൻ മാഷക്കും പലരും കോമൺ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കാരണം മാഷ അനുവാദത്തോടു കൂടിയിട്ട് ഈ 4 വരി ചെല്ലാം. ഹാ ഹാ മിഴിനീരേ നിൽക്കുക തെല്ലിട, ഹാ മിഴിനീരേ നിൽക്കുക തെല്ലിട, ഞാനീ ദീർഘനദീ തടയാത്രക്കാരനെ, ഞാനീ ദീർഘനദീ തടയാത്രക്കാരനെ, മിനുസപ്പെട്ടൊരു സാളഗ്രാമത്തെ കാണട്ടെ. മാഷ് ദീർഘനദീ തട യാത്രക്കാരനായിട്ട് ഇത്ര എത്തിയിരിക്കുകയാണ്. മാഷ് ശരിക്കും സാളഗ്രാമത്തിൻ്റെ മിനുസവും അതിൻ്റെ പവിത്രതയും എല്ലാമാണ് എൻ്റെ മനസ്സിലൊക്കെ മാഷെ പറ്റിയിട്ടുള്ള ആ ഭാവം അതിവിടെ പങ്കുവെച്ച്
മാഷെ വന്ദിച്ചുകൊണ്ട് ഇനിയും ഈ കുട്ടികൾക്ക് ഇവിടെ എത്രയോ കുട്ടികളുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ കാവ്യലോകത്ത് വഴികൾ കാണിച്ചു കൊടുക്കാൻ, മാർഗദർശനം ചെയ്യാൻ മാഷെ ഇനിയും തുടർന്നും എഴുതാൻ സാധിക്കട്ടെ. വാസ്തവത്തിൽ അശീതിക്ക് ശേഷം മാഷ എഴുതിയ എഴുത്തിലെ വൈപുല്യം നോക്കിയാൽ തീർച്ചയായിട്ടും മാഷക്ക് ഇനിയും എഴുതാൻ സാധിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും നന്ദി പറയുന്നു. മാഷക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു.